റിപ്പോർട്ടർ ലോക്കൽ ഫോക്കസ് ഇമ്പാക്ട്. 1.5 മാസമായി കുടിവെള്ളം കിട്ടാത്ത കോഴിക്കോട് കുന്നമംഗലം ചൂലം വയലിൽ കുടിവെള്ളം എത്തി. 150 കുടുംബങ്ങൾക്കാണ് 1.5 മാസമായി കുടിവെള്ളം കിട്ടാതിരുന്നത്. റിപ്പോർട്ടർ ലോക്കൽ ഫോക്കസിൽ ഈ വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവരികയും അതേ തുടർന്ന് അധികൃതർ ഇടപെടുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാനിയോ മനോമി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. സാനിയോ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എന്തായാലും 150 കുടുംബങ്ങൾക്കാണ് വലിയൊരു ആശ്വാസമാകുന്നത്. 1.5 മാസമായി ഇവർക്ക് കുടിവെള്ളം കിട്ടാക്കനിയായി തുടരുകയാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ അവിടെ പൈപ്പ് വെള്ളം പുനഃസ്ഥാപിക്കുന്നത് കാണാം. എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കഴിഞ്ഞു. ഇതിൽ 150 വീടുകളിലേക്കും വെള്ളം എത്തിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അതീവ ദുരന്തമായിരുന്നു. കാരണം നോയമ്പടക്കം നോറ്റുകൊണ്ട് ദൂരദേശങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കേണ്ട ഒരു ദുരവസ്ഥയിലായിരുന്നു അവിടുത്തെ നാട്ടുകാരുണ്ടായിരുന്നത്. കൂടാതെ മറ്റ് കിണറുകളൊക്കെ പലരുടെയും കിണറുകൾ വറ്റി വരേണ്ട ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ കുടിവെള്ളം ഒരു കിട്ടാക്കനിയായിട്ട് ഇവർക്ക് 1.5 മാസത്തോളം ആയിരുന്നു. വലിയ ദുരിതാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ TV അവിടെ എത്തുകയും ലോക്കൽ ഫോക്കസിലൂടെ ആ വാർത്ത പുറത്തു കൊണ്ടുവരികയും ചെയ്തത്. തുടർന്ന് പെട്ടെന്ന് തന്നെ വാട്ടർ അതോറിറ്റി വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി. നേരത്തെ ഇതിന് കാരണം പറഞ്ഞിരുന്നത് പൈപ്പ് പൊട്ടിയ സ്ഥലം ഭൂമിക്കടിയിൽ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതായിരുന്നു. പക്ഷേ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് പെട്ടെന്ന് കൂടുതൽ തൊഴിലാളികളെ സ്ഥലത്തെത്തിച്ച് ഈ പരിസര പ്രദേശങ്ങളൊക്കെ തിരയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ എവിടെയാണ് പൈപ്പ് പൊട്ടിയത് എന്ന് കണ്ടെത്തുന്ന സാഹചര്യവും ഉണ്ടായി. അത് കണ്ടെത്തിയതിനെ തുടർന്ന് ആ പൊട്ടിയത് പുനഃസ്ഥാപിക്കുകയും അങ്ങനെ വെള്ളം എത്തിക്കുകയും ചെയ്യും. ഇന്ന് ഉച്ചയോടുകൂടി 150 വീടുകളിലും വെള്ളം എത്തിയെന്നാണ് നമ്മളെ അവിടുത്തുകാർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അവർക്ക് വലിയൊരു 150 വീടുകളിലും വെള്ളം എത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടർ ലോക്കൽ ഫോക്കസിലൂടെയാണ് ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചത്. ആ വാർത്ത ഇടപെടൽ ഫലം കണ്ടിരിക്കുകയാണ്. എന്തായാലും സാനിയോ മനോമിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.